ല്ലോ പൊടി കലർത്തിയ കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നിട്ടും അത് പറയാതിരുന്നതാണെന്ന് ആ സ്വാമി എങ്ങനെ പറയോ എന്തോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഈ വീട്ടിലുള്ളതാണെങ്കിലും ഞാനൊരു വിധവയല്ലേ. ഹോമം നടത്താന്ന് പറഞ്ഞാൽ അതൊരു ശുഭകാര്യല്ലേ. അതിന് ഞാനെന്തിനാ ഈ അഖിലിനെയും കാർത്തികയും സ്വാമിയുടെ കൂടെ ഇരുത്തിയാ മതി. നമ്മളെ കൊടുക്കാൻ നോക്കുകയാണല്ലോ. നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടേ. അവര് രണ്ടുപേരും മാത്രമല്ലേ ഇളയമേ, അവരോടൊപ്പം ചേർന്ന് നിങ്ങൾ ഇരിക്കേണ്ടി വരും. അപ്പോ അഖിലും കാർത്തികയും ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ എവിടെ പോവാൻ എടുത്തി? ഉണ്ടാവും. കൂടെ ഇരുന്ന് ഹോമത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാ ഞങ്ങൾക്കും വേണ്ടത് കാർത്തിക. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറണം. ഇനി നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി കുറ്റവാളി ആരാണെങ്കിലും ശരി, തീർച്ചയായും അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കും. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം. ചെല് പോയി കിടക്ക്. രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടേ? എടുത്തി എല്ലാം എടുത്ത് വെച്ചേക്ക്. എന്താണ് കൊച്ചുമോനെ ഇത്? പെട്ടെന്ന് ഇവര് നമ്മുടെ തലയിലേക്ക് ഇത്രയും വലിയൊരു ഭാരം ഏൽപ്പിക്കുന്നത്. നാളെ സ്വാമി വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞ നമ്മുടെ അവസ്ഥ എന്താ? ശരിക്കും ഈ മാതാജിക്ക് അങ്ങനെയുള്ള പവറൊക്കെ കാണുമോ? പണ്ടുകാലത്ത് ഋഷിമാർക്കും മുനിമാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവര് ദിവ്യദൃഷ്ടിയിൽ കണ്ട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഈ കാലത്ത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ? ഇനിയിപ്പം നാളെ നമ്മൾ തീവണ്ടിക്ക് തലവെക്കേണ്ടി വരുമോ? അബിയെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ഡ്രഗ്സ് ചേർക്കാൻ ആ MLA ആണ് നിങ്ങളോട് പറഞ്ഞതെന്ന് മാതാജി ദിവ്യദൃഷ്ടി കൊണ്ടെങ്ങാനും പറഞ്ഞ പിന്നെ നിങ്ങളുടെ കഥ ഗോവിന്ദ. അതുകൊണ്ടാ ഞാൻ ഡ്രഗ്സ് പ്ലാന് സമ്മതിക്കാതിരുന്നത്. ഇവൾ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത്. എനിക്ക് വേണ്ടിയാണോ ചെയ്തത്? നമുക്ക് 3 പേർക്കും വേണ്ടിയല്ലേ? അബിയേട്ടൻ ജയിലിൽ പോയാ എങ്ങനെയെങ്കിലും കയ്യൊപ്പ് വാങ്ങിയെടുത്തിട്ട് MLA അങ്കിള് മുഖാന്തരം സ്വത്തെല്ലാം വിറ്റ് ആ പണവും കൊണ്ട് അമേരിക്കയിലേക്ക് പോയി സെറ്റിൽ ആകാൻ വേണ്ടിട്ടല്ലേ ഡ്രഗ് ചേർത്തത്. അച്ഛൻ എപ്പോഴാ വന്നത്? ഏട്ടനെല്ലാം കേട്ടോ? ഞാൻ വെറുതെ ജോക്ക് പറഞ്ഞതാണ് അച്ഛാ. ഞങ്ങൾ ഒരു ഡ്രഗും കലർത്തിയിട്ടില്ല. എന്തൊക്കെ കള്ളങ്ങളാ പറയുന്നത്? നിങ്ങളൊക്കെ മനുഷ്യനാണോ? നിങ്ങൾക്ക് താമസിക്കാൻ വീട് തന്നു, ആഹാരം തന്നു, നിങ്ങളെ സംരക്ഷിക്കുന്ന അഭിക്കും വസുവിനും നിങ്ങൾ എന്തൊക്കെ ദ്രോഹമാടാ ചെയ്യുന്നേ? കുറച്ചു നാള് മുമ്പേ എനിക്ക് നിങ്ങളെ സംശയമുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ സംശയം മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഇറങ്ങി പുറത്ത്. ഈ രാത്രി ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞങ്ങളോട് ക്ഷമിക്കച്ചാ. അറിയാതെ ചെയ്തു പോയതാ അച്ഛാ. ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറഞ്ഞ എങ്ങോട്ട് പോകും ഞങ്ങള്? അയാളുണ്ടല്ലോ നിങ്ങളുടെ MLA, അവന്റെ അടുത്തേക്ക് ചെല്ല്.
മൂന്ന് പേര് ഇതുവരെ ഉറങ്ങാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എന്താ സംസാരിക്കുന്നത് നിങ്ങൾ? അമ്മേ, അപ്പൊ ഏട്ടൻ കേട്ടിട്ടില്ല. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. താങ്ക് ഗോഡ്. എന്താ മൂന്ന് പേരും ഒന്നും മിണ്ടാത്തത്? എന്താ കാര്യം? ആ, അത് ഒന്നുമില്ല ഏട്ടാ. നാളത്തെ ഹോമത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ അച്ഛാ, ആ കാര്യങ്ങളെ പറ്റി തന്നെയാ ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. അതേപ്പറ്റി നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. എല്ലാം അഭിയും ബസ്സും നോക്കിക്കോളും. നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്താൽ മതി. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം. ആ, സമയം ഒരുപാടായില്ലേ, ഏട്ടൻ പോയി കിടന്നോ. എടാ അഖിൽ, രാവിലെ എനിക്ക് നടക്കാൻ പോണം. അതുകൊണ്ട് നേരത്തെ എന്നെ വിളിക്കണം. അമ്മയോട് പോയി പറയച്ചാ, എന്നോട് തന്നെ പറയുന്നേ. എന്താ അഖിൽ, അച്ഛൻ ഇത്രയും പറഞ്ഞിട്ടും നീ എന്തിനാ പറ്റില്ലെന്ന് പറയുന്നേ? അച്ഛൻ പോയി കിടന്നോളൂ. നാളെ ഏർലി മോർണിംഗ് അഖിൽ വന്ന് അച്ഛനെ ഉണർത്തിക്കോളൂ. ശരി, എന്നാ നിങ്ങൾ കിടന്നോ. നിങ്ങൾക്കും രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? ആ, രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, പിന്നെ നീയും എഴുന്നേൽക്കില്ല. ഇളയമ്മയുടെ കാര്യം പറയും വേണ്ട. പിന്നെ ആരാടി അച്ഛനെ പോയി എഴുന്നേൽപ്പിക്കുന്നേ? എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ? നാളെ മാതാജി വീട്ടിലേക്ക് വരുമ്പോ നമ്മളെ കുറിച്ചുള്ള സത്യം പുറത്തു വരാതിരിക്കാൻ മാതാജിയെ വരാതാക്കിയാലോ? എങ്ങനെയാ അത് ചെയ്യാ? അതിന് അവർക്ക് നമ്മളെ അറിയോ? നമ്മൾ വിളിച്ച വരാനും വരാതിരിക്കാനൊക്കെ. അവരെ നമ്മൾ തടയേണ്ട ആവശ്യമില്ല, അച്ഛൻ തടഞ്ഞോളൂ. മാതാജിയെ ക്ഷണിച്ചു വരുത്തുന്ന ഏട്ടനല്ലേ? അപ്പൊ ഏട്ടൻ എങ്ങനെ വരണ്ടാന്ന് പറയും? ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഹോമം അച്ഛൻ നിർത്തിവെപ്പിക്കും. ശരി, നീ ആദ്യം ഡയറക്റ്റ് ആയിട്ട് പ്ലാൻ എന്തെന്ന് പറയും. നാളെ ഏർലി മോർണിംഗ് അച്ഛൻ വാക്കിങ്ങിന് പോകുമ്പോ ആ സമയത്ത് അച്ഛനെ ആരെങ്കിലും വന്ന് കിഡ്നാപ്പ് ചെയ്യും. അച്ഛനെ അന്വേഷിച്ച് അഭിയേട്ടൻ പോകും. നാളെ രാവിലെ 9 മണിക്കകം അഭിയേട്ടൻ സ്റ്റേഷനിലേക്ക് പോയി ഒപ്പിടാതിരുന്ന പോലീസ് വന്ന് വസുവേട്ടത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരെറിക്ക് 2 മാങ്ങ. ഹോമം നിൽക്കുകയും ചെയ്യും, അഭിയേട്ടന്റെ ജാമ്യം റദ്ദാകുകയും ചെയ്യും. ആഹാ, എടി മോളെ, നിന്റെ തലയിലെ കളിമണ്ണാന്നാ വിചാരിച്ചേ. സൂപ്പർ പ്ലാൻ ആണല്ലോ നീ പറഞ്ഞത്. ഓട്ടിപ്പൊളിയാ. മാതാജി വീട്ടിലും വരില്ല, നമ്മുടെ പ്ലാൻ ആരും അറിയാനും പോകുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് സ്റ്റേറ്റ്സിലേക്ക് പോകും. നീ പറഞ്ഞതൊക്കെ ശരി, പക്ഷേ നാളെ അച്ഛനെ ആരാ കിഡ്നാപ്പ് ചെയ്യുന്നേ? അതെങ്ങനെയെന്ന് ഞാൻ പറയാം. ഇതാണ് പ്ലാൻ. ആ
നമുക്ക് ഇനി 2 ദിവസം കൂടി മാത്രമല്ലേ ഉള്ളൂ. കോടതിയിൽ പോകുന്നതിന് മുൻപ് ഫുഡിൽ നമ്മൾ ഡ്രഗ്സ് കലർത്തിയിട്ടില്ലെന്ന് തെളിയിക്കണ്ടേ? ആ MLA ആണ് കലർത്തിയതെന്ന് തെളിയിക്കുകയും വേണം. ഇന്ന് തന്നെ ആ 2 എവിഡൻസും കിട്ടും വസുന്ധര. അതിനുവേണ്ടിയല്ലേ ഈ ഹോമം നാടകം തന്നെ തുടങ്ങിയിരിക്കുന്നത്. ആ നാടകം തുടങ്ങുന്നതിന് മുൻപ് ഏട്ടൻ സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്തിട്ട് വരണം. ഏട്ടൻ പോയി റെഡി ആയിട്ട് വാ. അതിന് ഇനിയും സമയമുണ്ടല്ലോ. ആദ്യം താനിത് ഫിനിഷ് ചെയ്യാൻ നോക്ക്. ഞാൻ അപ്പൊ ഉറപ്പായിട്ടും വരും. നമ്മള് വിചാരിച്ചാൽ മാത്രം എല്ലാ കാര്യങ്ങളും നടക്കുമോ സുന്ദരേ? നമ്മൾ അമിതമായി ആഗ്രഹിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് നടന്നിരിക്കും. ഏട്ടൻ നോക്കിക്കോ. ഏട്ടൻ ആഗ്രഹിച്ച പോലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. ഇതെന്താ വീടിനകത്ത് മഴ പെയ്യാണോ? മഴയല്ല, മുഖത്ത് വെള്ളം തളിച്ചതാ. ആന്റിക്ക് എന്താ കോമൺ സെൻസ് ഇല്ലേ? വെള്ളം ഒഴിച്ചാണോ ആരെങ്കിലും എണീപ്പിക്കുന്നേ? പറഞ്ഞാ പോരാ, ആ പ്ലാന് പ്രാവർത്തികാക്കണം. നിങ്ങൾ നിങ്ങളുടെ അമ്മാവിനെ എഴുന്നേപ്പിക്കാതെ ഇവിടെ കിടന്നുറങ്ങുക. അത് ശരിയാണല്ലോ. അച്ഛനെ പോയി എഴുന്നേപ്പിക്കണം. ആ നീ പോയി എണീപ്പിക്ക്, ഞാൻ കുറച്ചു നേരം കിടക്കുക. എഴുന്നേക്കടേ, രണ്ടുപേരും ഒരുമിച്ച് പോയി വിളിച്ചാൽ മതി. അങ്ങോട്ടും എഴുന്നേറ്റ് വാടി ഇങ്ങോട്ടും. ഒന്ന് പെട്ടെന്ന് വാടി പോ. അച്ഛാ 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 എഴുന്നേക്ക് അച്ഛാ. ഏട്ടാ. അച്ഛാ ഏട്ടാ, എന്തിനാ എല്ലാരും കൂടെ രാവിലെ തന്നെ ഏട്ടനെ എഴുന്നേപ്പിക്കുന്നേ? ഹോമം തുടങ്ങാൻ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ. ഏട്ടൻ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. അച്ഛൻ രാവിലെ നടക്കാൻ പോണെന്ന് പറഞ്ഞിരുന്നു അമ്മേ. അതുകൊണ്ട് ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഇന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലടാ. നാളെ മുതൽ പ്ലാൻ ഒന്നും അല്ലമ്മേ. അച്ഛന്റെ ഹെൽത്ത് അപ്സെറ്റ് ആവുന്ന ഉദ്ദേശിച്ചത്. ഓ, അതേട്ടാ, ഏട്ടനാണെങ്കിൽ BP, ഷുഗർ ഇതൊക്കെ വന്ന് ശരീരം മുഴുവൻ രോഗങ്ങളാ. രാവിലെ എഴുന്നേറ്റ് വാക്കിങ്ങിന് പോയാലേ അതൊക്കെ നോർമലാവും. ഇങ്ങനെ പോയാ ഏട്ടത്തിയുടെ താലിഭാഗം ഇല്ലാതായി പോവും. ഏട്ടത്തി രാവിലെ തന്നെ ഇങ്ങനെ അശുഭ വാർത്ത പറയുന്നോ? ഏട്ടാ, ഹോമം തുടങ്ങുന്നതിന് മുമ്പേ ഏട്ടൻ വാക്കിങ്ങിന് പോയിട്ട് വാ. ശരി ജയന്തി. എണീക്കേട്ടാ, പതുക്കെ. അച്ഛാ, കോഫി. ഇപ്പൊ വേണ്ട മോളെ, വാക്കിങ്ങിന് പോയിട്ട് വന്നിട്ട് കുടിക്കാം. അച്ഛാ, ഞാനും കൂടെ വരാം. അല്ല, ഏട്ടൻ എങ്ങോട്ടാ പോകുന്നേ? വാക്കിങ്ങിന് പോടാ. ഹോമത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണ്ടേ? ഭാസ്കരേട്ടും പോയ എങ്ങനെയാ? അതിന് നമ്മളെല്ലാവരും ഉണ്ടല്ലോ കാർത്തിക. അച്ഛന് കൂട്ടായി നിന്റെ ഏട്ടൻ പോയിട്ട് വരട്ടെ. നിന്റെ അച്ഛൻ എന്താ ചെറിയ കുട്ടിയാണോ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്? വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. അതേ ഭാസ്കർ, അഭിയും വസും കൂടി വരാനുണ്ട്. അച്ഛൻ തനിയെ വാക്കിങ്ങിന് പോയിട്ട് വരട്ടെ. അതെ ഏട്ടാ,
ഒരുപാട് ദൂരമൊന്നും പോകണ്ട. വെയിൽ അധികം ആകുന്നതിന് മുമ്പേ വീട്ടിലേക്ക് പോരെ. ആ ശരി. ഒരിക്കലും ഇല്ലാത്തതുപോലെ അച്ഛന്റെ ആരോഗ്യത്തില് ഇന്നെന്താ ഇവർ ഇത്രയും താല്പര്യം കാണിക്കുന്നേ? അതാ എനിക്കൊരു സംശയം തോന്നിയേ. 3 പേരും ചേർന്ന് എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്തോ? നിന്റെ അച്ഛന് നേരെ എന്ത് പ്ലാൻ ചെയ്യാനാടാ? നിങ്ങളും നിങ്ങളുടെ ഒരു സംശയവും. അച്ഛാ, ആ രാവിലെ എങ്ങോട്ടാ പോകുന്നത്? വാക്കിങ്ങിന് പോകുന്ന അഭി, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മടങ്ങിയെത്താം. ശരി അച്ഛാ, ഞാൻ സ്റ്റേഷനിലോട്ട് പോയി ഒപ്പിട്ടിട്ട് വന്നേക്കാം. അത് മുടക്കണ്ട, വേഗം പോയിട്ട് വാ. ശരി അച്ഛാ. അച്ഛനും നല്ല വെയിൽ ഉറയ്ക്കുന്നതിന് മുൻപ് വേഗം പോയിട്ട് വാ. ശരി മോളെ. ആ ശരി ഏട്ടൻ വാ, വേഗം റെഡിയാകണ്ടേ. യവനും യവന്റെ കപട വേഷവും പിശാചിന്റെ അടുത്ത് വേദം ഓതണ പോലെ, ആട് കടന്നടുത്ത് പൂട ഇല്ലാത്തതുപോലെ രാവിലെ യോഗ, ധ്യാനം, പിന്നെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നു. ഇയാളൊക്കെ എങ്ങനെ മരിക്കുമെന്നറിയില്ല. കൊറേ ചവിട്ടി കീറും. ബിനാമി, എന്താടോ പിറുപിറുക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ കേട്ടോ സാറേ? മനസ്സിൽ പറയേണ്ടതൊക്കെ പുറത്താണല്ലോടാ പറയുന്നത്, മരമണ്ട. കൊച്ചുമനെ വേഗം എംഎൽഎക്ക് ഫോൺ ചെയ്യേ. ഇപ്പൊ വിളിക്കാം. ഇനി ആ മരം കൊണ്ട് എഴുന്നേറ്റ് കാണുമെന്തോ. ഫോൺ റിങ് ചെയ്തോണ്ടിരിക്കുക, വേഗം പോയി എടുത്തിട്ട് വാ. എടാ കൊച്ചുമനെ സ്പീക്കറിലിട്ട്. ആരാ? അഖിലനാണ് സാറേ. എന്താടോ രാവിലെ തന്നെ താൻ കോൾ എടുക്ക. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. രാവിലെ തന്നെ ഫോൺ ചെയ്ത് എനിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ല സാർ, ഇപ്പഴാ എന്റെ അച്ഛൻ വാക്കിങ്ങിന് പോയത്. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനും കൂടി വാക്കിങ്ങിന് പോയി നിന്റെ അച്ഛനോട് ഹലോ പറഞ്ഞിട്ട് വരണോ? ഇല്ല അങ്കിൾ, ഇന്ന് അഭിയേട്ടൻ സ്റ്റേഷനിലേക്ക് പോയി ഒപ്പിടാതിരിക്കാൻ തടയണോന്ന് അങ്കിള് തന്നെയല്ലേ പറഞ്ഞേ? അതെ, പറഞ്ഞിരുന്നു. അതിനും നിന്റെ അമ്മായി അച്ഛൻ നടക്കാൻ പോയതിനും തമ്മിൽ എന്താ ബന്ധം? വാക്കിങ്ങിന് പോകുന്ന അച്ഛനെ സാറിന്റെ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്തെന്ന് വെച്ചോ. സ്റ്റേഷനിലേക്ക് ഒപ്പിടാൻ പോയേണ്ട അഭിയേട്ടൻ അച്ഛനെ അന്വേഷിച്ചിറങ്ങില്ലേ? മനസ്സിലായി മോളെ, വളരെ നല്ല പ്ലാൻ ആണല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ആളുകളെ അയച്ച് നിന്റെ അമ്മായി അച്ഛനെ കിഡ്നാപ്പ് ചെയ്യാം. എന്റെ ഏട്ടനെ കിഡ്നാപ്പ് മാത്രം ചെയ്താ മതി, വേറെ ഒന്നും ചെയ്യരുതേ. ഈ പ്ലാനിൽ ഇനി എത്ര പാർട്ട്നേഴ്സ് കൂടിയുണ്ട്? എല്ലാവരും ഓരോരുത്തരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ സാർ. ഞങ്ങൾ 3 പേരും, പിന്നെ 4-മതായിട്ട് സാറും. 5-മത്തെ ഒരാൾക്ക് അറിയില്ല ഇതേക്കുറിച്ച്. എന്റെ PA-ക്ക് കൂടി അറിയാവടോ. നിങ്ങൾ ഫോൺ വെക്ക്, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. PA, നമ്മുടെ റൗഡി റാവുത്തറിന് ഫോൺ ചെയ്യ, എന്നിട്ട് അഭിയുടെ വീടിന്റെ അഡ്രസ്സും ലൊക്കേഷനും അയച്ചു കൊടുക്ക. ഓക്കെ സാർ. അവിടെ പ്രായം ചെന്ന ഒരാള് വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്, അയാളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് വരാൻ പറയേ. സാർ, നിന്റെ അഭിയേട്ടൻ ഇന്ന് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. ജയിലിലേക്കും പോകും. വസുവേട്ടത്തെ അറസ്റ്റായി സ്റ്റേഷനിലേക്ക് പോകും. ഹോമോ നിൽക്കും. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. നോക്ക്, ആ നടന്നു വരുന്നത് ആള്, അയാളാണ് നമ്മുടെ ഹീറോയുടെ ഫാദർ. തട്ടിക്കളയട്ടെ സാർ.
ഇപ്പൊ നിങ്ങൾ അയാളെ കിഡ്നാപ്പ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം തട്ടട്ടെ. ആദ്യം നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യ്. കൊല എങ്ങനെയാ ചെയ്യട്ടെ? അയ്യോ, എടാ റാവുത്തറേ, ആദ്യം പറഞ്ഞ കാര്യം ചെയ്യടാ. ചെല്. ഓക്കെ ബോസ്. ശരി എന്നാ വാടാ. പാവം, മർഡർ ചെയ്യുന്നതില് അവൻ അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു സാർ. ചോര കൊതിയോടെ അവൻ തിളച്ചു പോയത്. പിന്നെ റൗഡികളെന്ന് പറഞ്ഞാൽ ശ്രീരാമനെ പോലെ നല്ല മനുഷ്യനായി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുമെന്നാണ് വിചാരം. രാജേന്ദ്രബാബു സാർ. ഞാൻ രാജേന്ദ്രബാബു, മോഹൻ ബാബു ഒന്നുമല്ല, റാം മോഹന. ഏതു പേരായാലെന്താ, വന്ന് കാറി കയറ്. എന്തിനാ? ഞങ്ങൾ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നു. കിഡ്നാപ്പോ?